Hello dear children, welcome to Kids Area Online. Class 3 Mathematics exam കഴിഞ്ഞിരിക്കുകയാണ്. Exam question paper കാണാം. Answers ഒക്കെ അറിയണ്ടേ? Kids Area Online കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ സൂമിൽ ട്യൂഷൻ നൽകുന്നത്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്കുള്ള ക്ലാസ്സും നൽകുന്നുണ്ട്. ഇനി അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. മാർച്ചിലാണ് അഡ്മിഷൻ എടുക്കുക. അത് നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചേക്കുക. അഡ്മിഷൻ എടുക്കാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി മാർബിൾ ഗെയിം എന്നതായിരുന്നു. ബിബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് മാർബിൾ ത്രോ. One person can throw 10 marbles at a time. Bibi got 13 points. ഇവിടെ 100 പോയിന്റ് കിട്ടിയത്. ഇതിനകത്ത് വീണാൽ 10 പോയിന്റ് കിട്ടും. ഇതിന്റെ ഉള്ളിൽ വീണാൽ 1 പോയിന്റ് കിട്ടും. അങ്ങനെ 210 and 3 213 പോയിന്റ് കിട്ടി. How many points did Sibi get? Find out from the picture. ഈ പിക്ചറിൽ നിന്ന് കണ്ടെത്തുക. വളരെ എളുപ്പമാണ്. 100 എത്ര കിട്ടിയിട്ടുണ്ട്? 3 ആണ്. 103 കിട്ടിയിട്ടുണ്ട്. എത്ര ടെൻസ് കിട്ടിയിട്ടുണ്ട്? 4. എത്ര വൺസ് കിട്ടിയിട്ടുണ്ട്? 3. ആൻസർ 343. 343. How many points did Sibi and Bibi get together? സിബിക്കും ബിബിക്കും കൂടെ എത്ര പോയിന്റ് കിട്ടി? ബിബിക്ക് 213, സിബിക്ക് 343. അപ്പോൾ ടോട്ടൽ എത്ര പോയിന്റ് ആണ് അവർക്ക് കിട്ടിയത്? 556 ആണ് ആൻസർ. 556 is the answer. അടുത്ത ചോദ്യം, സി ക്വസ്റ്റ്യൻ. എബി got 523 points. Draw marbles in the picture as per the points he got. നമ്മുടെ എബിക്ക് 523 പോയിന്റ് ആണ് കിട്ടിയത്. അപ്പോൾ എത്ര നൂറുകൾ കിട്ടിയിട്ടുണ്ട്? 5 നൂറുകൾ. അപ്പോൾ 1 2 3 4 5. എത്ര 10 പോയിന്റ്സ് കിട്ടി? 2. 1 2 സ്റ്റോൺസ് വരയ്ക്കാം. എത്ര 1 പോയിന്റ്സ് കിട്ടി? 3. 1 2 3. ഓക്കെ. 100 points 5 പ്രാവശ്യം കിട്ടി. 10 points 2 times കിട്ടി. 1 point 3 times കിട്ടി. D question. All the 10 marbles that Gobu threw fell in the rings. Which among the given points did Gobu get? Put a tick mark on the correct answer. Answer is 630. 630 ആണ് ആൻസർ. രണ്ടാമത്തേലോട്ട് പോവാം. മാത്സ് ഫസ്റ്റ്. ലുക്ക് അറ്റ് ദ ബലൂൺസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം ഫോർ ദ മാത്സ് ഫെസ്റ്റ്. മാത്സ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ബലൂൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഹൗ മെനി ബലൂൺസ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഇവിടെ എത്ര ബലൂൺസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര ബലൂൺസ് ഉണ്ട്? ആദ്യം 4 4 4. അപ്പോൾ എത്ര ബലൂൺ ആണ് ഉള്ളത്? 4 ആണ് അല്ലേ? 4 ബലൂൺസ് വെച്ചാണ്. അങ്ങനെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 3 ഗ്രൂപ്പ് വെച്ചിട്ട് 4 ബലൂൺ വീതം ഉണ്ട്. 3 ഗ്രൂപ്പാണുള്ളത്. ഓരോന്നിലും 4 ബലൂൺ വീതം. ആൻസർ എത്രയാ? 3 into 4 is equal to 12. 5 pens are needed for prize distribution. 1 pen cost 6 rupees. How much do you need? ഒരു 5 പേന വേണം. ഒരു പേനയ്ക്ക് 6 രൂപ. ടോട്ടൽ എത്രയാ? 30 rupees. 10 into 3 is equal to 30. Put a tick mark on the correct answer for 12 into 3. 12 into 3 വരുന്ന എന്താണ്? 3 added twice to 30 എന്ന് പറഞ്ഞാൽ 30 ആണ്. 3 2 പ്രാവശ്യം ആഡ് ചെയ്യണം. അപ്പോൾ എത്രയായി? 36. അപ്പോൾ സി ആണ് ആൻസർ. ഓക്കെ. അതിൽ ഡി ക്വസ്റ്റ്യൻ ഉണ്ട്. കംപ്ലീറ്റ് ദ പാറ്റേൺ
2, 4, 8. 2ന്റെ ഡബിൾ 4. 4ന്റെ ഡബിൾ 8. 8ന്റെ ഡബിൾ 16. 16ന്റെ ഡബിൾ 32. അങ്ങനെയാണ് വരിക. മൂന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ലെറ്റ്സ് മെഷർ ദ ലെങ്ത് മെഷർ ചെയ്ത് എഴുതുക. ഫസ്റ്റ് പെൻസിൽ. പെൻസിലിന് എത്ര സെന്റിമീറ്റർ ഉണ്ട്? പെൻസിൽ 0 മുതൽ ഏത് വരെയുണ്ട്? 9 വരെയുണ്ട്. ഓക്കെ, 0 മുതൽ 9 വരെ. അപ്പോൾ എത്രയാണ് നമുക്ക് എഴുതാം? പെൻസിലിന് എത്ര സെന്റിമീറ്റർ? 9 സെന്റിമീറ്റർ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് പെന്നാണ്. പെൻ എത്രയുണ്ട്? 13 മുതൽ 2 വരെ. അപ്പൊ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 സെന്റിമീറ്റർ. ഓക്കെ, 3A ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ പെൻസിലിന്റെയും പെന്നിന്റെയും ലെങ്ത് അളന്നെഴുതുക എന്നുള്ളതായിരുന്നു. ബി ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ ഇൻ ദ ജമ്പിംഗ് കോമ്പറ്റീഷൻ. അലൻ 1 meter 2 centimeters. അലീന 106 centimeters. Who jumped the long distance? 1 meter എന്ന് പറഞ്ഞാൽ 100. 100 plus 2 102 സെന്റിമീറ്റർ ആണ് ആര് ചാടിയത്? അലൻ. അലീന 106. Who jumped the long distance? അലീന. അലീനയാണല്ലോ കൂടുതൽ ചാടിയത്. How much more? എത്രയാ കൂടുതലുള്ളത്? 4 സെന്റിമീറ്റർ. അലീനയ്ക്ക് 106, അലന് 102. അപ്പൊ എത്ര സെന്റിമീറ്റർ കൂടുതൽ ചാടി? അലീന അലനേക്കാളും 4 സെന്റിമീറ്റർ കൂടുതൽ ചാടി. ഓക്കെ. സി ക്വസ്റ്റ്യൻ. Put a tick mark on the correct option where is the length of the lines are arranged correctly from the smallest to the largest. ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഏതാണ്? അപ്പോൾ 1 ആണ് ആദ്യം വരിക, 3 ആണ് രണ്ടാമത് വരിക, 2 ആണ് മൂന്നാമത് വരിക, 4 ആണ് നാലാമത് വരിക. അപ്പോൾ 1, 3, 2, 4. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 3B 3B ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഫൈൻഡ് ആൻഡ് റൈറ്റ്. ഇവിടെ കണ്ടെത്തി എഴുതുക. പെൻസിൽ. പെൻസിലിന്റെ നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ. പെൻസിൽ 10 സെന്റിമീറ്റർ. സ്കെച്ച് പെൻ 4 മുതൽ 12 വരെ. അപ്പോൾ എത്ര സെന്റിമീറ്റർ? 1, 2, 3, 4, 5, 6, 7, 8. 8 സെന്റിമീറ്റർ. ഓക്കെ, മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാവേ. ബി ചോദ്യം. ടീച്ചർ ഗേവ് ribbons to the students for the maths fest. ടീച്ചർ പറയുവാണ് this ribbon is 1 meter 10 centimeter long. ഓക്കെ, ഇവിടെ പറയുവാണ് this is 108 centimeters. ഇത് 3rd standard, ഇത് 4th standard. Which class got the longest ribbon? ഏത് ക്ലാസ്സിനാണ് ലോങ്സ്റ്റ് റിബൺ കിട്ടിയത്? ഏത് ക്ലാസ്സിനാണ് കിട്ടിയേ? നോക്കിയേ, 1 meter 10 centimeters. അപ്പോൾ എങ്ങനെ വരും? 110. 110 എന്ന് പറയുമ്പോൾ ഏത് ക്ലാസ്സാ? 3rd standard. ഇവിടെ 108. അപ്പോൾ which class got the longest ribbon? 3rd standard. Okay. How much more is it? എത്ര കൂടുതലാണ്? ഇവിടെ 108, ഇവിടെ 110. അപ്പോൾ എത്രയാ കൂടുതൽ? 2 ആണ്. 2 സെന്റിമീറ്റർ ആണ് 4th സ്റ്റാൻഡേർഡിനെക്കാളും 3rd സ്റ്റാൻഡേർഡിന് കൂടുതൽ. ഓക്കെ. സി ക്വസ്റ്റ്യൻ. 2 lines. ഇവിടെ 110 ആണ് കേട്ടോ 3rd സ്റ്റാൻഡേർഡിന്. 2 lines given below have the same length. Put a tick mark on the correct option.
Two lines given below have the same length. Same length ആയിട്ടുള്ളത് ഏതാണ്? ഏതാണ്? ഇവിടെ 3 വളരെ വലുതാണ്, 2 ചെറുതാണ്. അപ്പോൾ 1ഉം 4ഉം 1ഉം 4ഉം വരുന്ന സി ആണ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4a. What is the number? Points obtained by the students in the maths fest is given below. Class 1 115, Class 2 135, Class 3 198, Class 4 218. How many more points did Class 2 score than Class 1? ക്ലാസ് 2വിന് ക്ലാസ് 1നെക്കാളും എത്ര പോയിന്റ് കൂടുതൽ കിട്ടി എന്നാണ് ചോദിക്കുന്നത്. ക്ലാസ് 1ന് 135, ക്ലാസ് 1ന് 115. അപ്പോൾ എത്രയാണ് കിട്ടുക? 20 ആണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്. ഹൗ മെനി മോർ പോയിന്റ്സ് മസ്റ്റ് ക്ലാസ് 3 നീഡ് ടു വിൻ ദ ഫസ്റ്റ് പ്ലേസ്? അപ്പോൾ ഫസ്റ്റ് പ്ലേസ് കിട്ടണമെങ്കിൽ ക്ലാസ് 3ക്ക് എത്ര വേണം? അപ്പോൾ ഫസ്റ്റ് പ്ലേസ് 218. അപ്പോൾ ഇവിടെ 198 ഉണ്ട്. അപ്പോൾ എത്ര പോയിന്റ് കൂടുതൽ വേണം 218 കിട്ടാനായിട്ട്? 20 പോയിന്റ്സ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 218 കിട്ടി, ഫസ്റ്റ് ആവായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? അബാക്കസിന്റെ നമ്പർ എത്രയാണ്? എത്ര 100 ഉണ്ട്? 1 2 3 4 5 5. എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 4. എത്ര വൺസ് ഉണ്ട്? 1 2 3 4 5 6 7. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Subtract 231 from the number on the abacus. Write the number and represent it on the abacus given below. 231 കുറയ്ക്കണം. അപ്പോൾ 547 നിന്ന് 231 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടുക? 316. അപ്പോൾ 316 ആണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അബാക്കസിൽ വരയ്ക്കേണ്ടത്. Write the number and represent in the abacus. എത്ര 100 ഉണ്ട്? 300, 110, 6 ones, 316 ആണ് ആൻസർ. ഓക്കെ, ഇതിനടുത്ത് 4b നോക്കാം. 4b. Find the difference. What is the number in abacus? Abacus number എത്രയാണ്? 1 2 3 4. 4 hundreds, 1 2 3, 3 tens, 1 2, 2 ones, 432. Take a bead from the 100 place and put it in tens place. ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് ഇവിടെ ഇട്ടു. അപ്പോൾ which number will get you? അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 300 ആണുള്ളത്. എത്ര ടെൻസ് ആവും? 4 ടെൻസ് ആവും. 2 വൺസ് തന്നെയാണ്. 342. What is the difference in the number? 432ഉം 342ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 90. 90 is the difference. Okay. D question. 875 rupees was collected from class 3 for the school maths fest. 680 rupees was spent for buying materials. How much money is left? 875 രൂപ ക്ലാസ് 3യിൽ നിന്നും സ്കൂൾ മാത്സ് ഫെസ്റ്റിന് വേണ്ടി കളക്ട് ചെയ്തു. 680 was spent for buying materials. മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി 680 rupees ആയിട്ടുണ്ട്. How much money is left? ഇനി എത്ര രൂപ ബാക്കിയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 875 rupees ആണ് കളക്ട് ചെയ്തത്. 680 rupeesന് മെറ്റീരിയൽസ് മേടിച്ചു. ലാസ്റ്റ് എത്രയാ വരിക? 195 rupees ആണ്. 195 rupees ആണ് ബാക്കി വരിക. അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. അഞ്ചാമത്തെ ആക്ടിവിറ്റി. What is the time? The starting time of maths fest is given below. Observe the clock and write the time. എത്ര മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്?
ചെറിയ സൂചിപ്പാത്തിൽ വലിയ നീളമുള്ള സൂചി 12. അപ്പൊ എന്താ 10 ആണ് ആൻസർ. 10. Lunch was served at 1 o'clock. Draw the time on the clock. 1 o'clock. അപ്പോൾ വീതിയുള്ള സൂചി എവിടെ വരും? 1 വരും. നീളമുള്ള സൂചി 12 വരും. ഓക്കെ. The time on the clock is 6:30. Put a tick mark on the correct option. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 6:30. മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും? 6-ലായിരിക്കും. അവർ ഹാൻഡ് 6-നും 7-നും ഇടയിലായിരിക്കും. ഇതാണ് ശരി ഉത്തരം. ഓക്കെ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഡി ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ കലണ്ടർ. 1-ാം തീയതി മൺഡേ ആണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അത് നൽകിയിട്ടുണ്ട്. വിച്ച് ഡേ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദിസ് മന്ത്? ഡിസംബർ ആണ്. ഡിസംബർ ഏത് വരെയുണ്ട്? 31 വരെയുണ്ട്. ഡിസംബർ 31 എന്ന് പറയുമ്പോൾ ഇവിടെ 1ന്റെ ഏറ്റവും താഴെ വരുന്നത് 29 ആയിരിക്കും. 29, 30, 31. 1ന്റെ ഏറ്റവും താഴെ വരിക 29 ആണ്. അപ്പോൾ 29, 30, 31. ഏത് ദിവസമാണ് 31 വരിക? വെനസ്ഡേ. വെനസ്ഡേ. Which are the dates of the Sundays? Put a tick mark on the correct option. ഇപ്പോൾ ഇവിടെ വരിക 7 വരും, 14 വരും, 21 വരും, 28 വരും. ഓക്കെ. അപ്പോൾ ഇതിൽ 7-ഉം 14-ഉം ആണ് വരിക. 7, 14. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മൂന്നാം ക്ലാസ്സിന്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാം ഈസി ആയിരുന്നല്ലോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.